എങ്ങനെയുണ്ട്? പക്ക ത്രില്ലിംഗ് ആണോ? പക്ക എൻഗേജിംഗ് ആണോ? എങ്ങനെയുണ്ട്? ചാക്കോച്ചനൊക്കെ എങ്ങനെയുണ്ട്? അടിപൊളി ബ്രോ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. എങ്ങനെ കണ്ടോണ്ടിരിക്കാമോ? എങ്ങനെയുണ്ട്? അടിപൊളി ബ്രോ ചെറിയ റിവ്യൂ പറയാം. എങ്ങനെയുണ്ടായിരുന്നു? കൊള്ളായിരുന്നു ബ്രോ. പക്ക എൻഗേജിംഗ് ആണോ? പക്ക എൻഗേജിംഗ് ആണോ? ആണാണ്. നമുക്ക് ഓരോ ക്ലൈമാക്സിലൊരു ട്വിസ്റ്റ് ഒക്കെ ഞെട്ടിച്ചായിരുന്നു. കൊള്ളാം. പാതുച്ചേട്ടന്റെ അഭിനയമാണ് കൊള്ളാതിരുന്നു. എടുത്തു പറയാം. എങ്ങനെയുണ്ടായിരുന്നു? നല്ല പടം, കുഴപ്പമില്ല. എങ്ങോട്ട് ചാക്കോച്ചന്റെ പക്ക ഒരു കോമഡീസ് ഒക്കെ അല്ല, ആദ്യത്തെ അപേക്ഷിച്ചിട്ട് ഇതിന് മുന്നോട്ട് ചെറിയ മാറ്റമുണ്ട് പടം. കുഴപ്പമില്ല, അവസാനം വരെ കണ്ടോണ്ടിരിക്കുക. സ്റ്റാർട്ട് ടു എൻഡ് ഭയങ്കര എൻഗേജിംഗ് ആണ്. ക്ലൈമാക്സിൽ ട്വിസ്റ്റ് ഒക്കെ ഒരു വാവ് ഫാക്ട് ഉണ്ടോ? ഇല്ല, കുഴപ്പമില്ല. പടം കൊള്ളാം, സൂപ്പറാണ്. എങ്ങോട്ട് ചാക്കോച്ചനൊക്കെ പൊളിച്ചെടുക്കോ? ചാക്കോച്ചൻ എങ്ങനെ ഉണ്ടായിരുന്നു? ചാക്കോച്ചൻ എന്തോ അഭിനയം വേറെ ലെവല്. കൊള്ളാം, കുഴപ്പമില്ല. സ്റ്റാർട്ട് ടു എൻഡ് നമ്മളെ തിയേറ്ററിൽ പിടിച്ചിരുന്നുണ്ടോ? സ്റ്റാർട്ട് ടു എൻഡ് തിയേറ്ററിൽ പിടിച്ചിരുന്നു. അവര് എന്താ പറയാ, എന്താണ് ക്ലൈമാക്സ് എന്നറിയാൻ വേണ്ടി. കാരണം അതും ഒരു കോമഡിയും കാര്യങ്ങളൊക്കെ പോയിട്ടുള്ള ഒരു സെറ്റപ്പ് ആയിരുന്നു. നമ്മൾ മലയാള സിനിമയിൽ ഇതുവരെയായിട്ടും കാണാത്ത ഒരു വെറൈറ്റി അറ്റംപ്റ്റ് ആണോ? വെറൈറ്റി തന്നെ പറയാം ഏകദേശം. ചാക്കോച്ചന്റെ ചാക്കോച്ചൻ ഇങ്ങനത്തെ ഒരു മൂഭാഗത്തില് അങ്ങനെ നമ്മൾ ആരും അക്സെപ്റ്റ് ചെയ്യാതെ ചാക്കോച്ചൻ, അതായത് പഴയ പ്രണയസീൻ അതൊക്കെ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ കിട്ടത്തില്ല. പക്ഷെ ഇതൊരു ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു വ്യത്യസ്തമായ ഒരു ഇതാണ് ഫിലിം. നമുക്ക് ആവറേജും അടിപൊളിയും അതിന്റെ അടുക്ക് പറയാം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാർട്ടിംഗ് എന്ന് പറയാൻ നേരത്ത് ഭയങ്കര ഫണ്ണി ആയിട്ട് തുടങ്ങിയിട്ട് ലാസ്റ്റ് ഭയങ്കര സീരിയസ് ആയിട്ടാണ് മൂവി എൻഡ് ചെയ്യുന്നത്. പിന്നെന്താ പറയാ, കുഞ്ചാക്കോ അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ക്യാരക്ടറാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ സീരിയസ് അല്ലെങ്കിൽ റൊമാൻറ്റിക് ആയിട്ടാണ് ആൾ ചെയ്യുന്നത്. പക്ഷേ ഇതിലെന്ന് പറയുമ്പോൾ നല്ല ഫണ്ണി ആയിട്ടുള്ള രീതിക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് എന്താ പറയുക, നമ്മളെ ഇന്റർവെല്ലിന് കുറച്ച് മുന്നേയൊക്കെ നല്ല രസമായിട്ടുണ്ട്. അതിന് തൊട്ട് എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിംഗ് ടൈമൊക്കെ കുറച്ച് ലാഗ് ഫീൽ ചെയ്തു. പിന്നെ ഓവറോൾ നോക്കുകയാണെങ്കിൽ ഒരു തവണ കാണാം. എങ്ങനെയുണ്ടായിരുന്നു? പടം കൊള്ളാം, നൈസ് പടം. ചാക്കോച്ചൻ എങ്ങനെ ഉണ്ടായിരുന്നു? ചാക്കോച്ചൻ സൂപ്പർ അല്ലേ? പക്ക സീറ്റ് അടിച്ച് ത്രില്ലറാണോ? ത്രില്ലറുണ്ട്, കോമഡി ഉണ്ട്, അങ്ങനെ എല്ലാം ഉണ്ട്. നല്ലൊരു പുതിയ ജോണർ, നൈസാണ്. ക്ലൈമാക്സ് വരുമ്പോൾ നമ്മളെ ഞെട്ടിക്കുവോ? ക്ലൈമാക്സ് അത് ആൾക്കാർ പ്രേക്ഷകരെ പോലെ ഇരിക്കും. ഓക്കെ. ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ നൈസാണ്. ഓവറോൾ എന്തായാലും ഒരു വർത്ത് വാച്ച് മൂവിയാണ്. മൂവിയാണ്. ചിദംബരമൊക്കെ നൈസാണ്, അടിപൊളിയാണ്. ചാക്കോച്ചനൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ക്ലൈമാക്സിൽ ഒരു ട്വിസ്റ്റ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ബ്രേക്കിന് ശേഷം നല്ല രസം ഉണ്ടായിരുന്നു. ക്ലൈമാക്സ് നല്ല സിനിമ. ചാക്കോച്ചനൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ചാക്കോച്ചനൊക്കെ അടിപൊളി. ഹാഫ് വരെ കോമഡി, അത് കഴിഞ്ഞ് കൊള്ളാം, നല്ല സിനിമ. സെക്കൻഡ് ഹാഫ് ഫുൾ സീരിയസ് അല്ലേ? സെക്കൻഡ് ഹാഫ് സീരിയസ് ആണ്. നമ്മളിവിടെ കാണാത്തൊരു ചാക്കോച്ചനാണ് സെക്കൻഡ് ഹാഫിൽ കാണുന്നത്. മലയാളത്തിൽ ഇങ്ങനെ ഒരു സിനിമ വെറൈറ്റി അറ്റംപ്റ്റ് ആണോ മലയാള സിനിമയിൽ? വെറൈറ്റി ആണ്.